ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. ഈശോ തൻ്റെ സ്വർഗീയ മഹത്വം വെളിപ്പെടുത്തിയ താബോർ മലയിൽ, ഈശോ രൂപാന്തരപ്പെട്ട താബോർ മലയിൽ, അതിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം താബോർ മലയാണ്. അതിൻ്റെ വിവിധ ഭാഗങ്ങളാണിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ വഴിയിലൂടെ നമ്മൾ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. താബോർ മലയുടെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ. അതിൻ്റെ ഗേറ്റ് കടന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഈശോയുടെ രൂപാന്തരീകരണം നടന്ന ആ സ്ഥലമാണ് നമ്മൾ മുമ്പിൽ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഈശോ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി താബോർ മലയിലേക്ക് പോയി. അവിടെ വച്ച് യേശു രൂപാന്തരപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ ഇത് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇവിടെ ഇത് നമ്മളീ കാണുന്ന ദേവാലയത്തിന് മുൻപിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ലോവർ ഗ്രൗണ്ട് ഭാഗത്തായിട്ട് നമുക്കൊരു ഓൾട്ടർ കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ഈശോയ്ക്ക് രൂപാന്തരീകരണം സംഭവിച്ച സ്ഥലം, ഈശോ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തിയ സ്ഥലം. ആ ഓൾട്ടർ കാണുന്നിടത്താണ്. അവിടെ വെച്ചാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവർ ഒരു മേഘം വന്ന് ഈശോയെ മൂടുന്നതായിട്ട് കണ്ടത്. അവിടെ വെച്ചാണ് പത്രോസ് പറഞ്ഞത്, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു ചിത്രീകരണം നമുക്ക് ആ ഓൾട്ടറിന് മുകളിൽ നമുക്കവിടെ കാണാൻ പറ്റും. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ശിഷ്യന്മാർ ചുറ്റിനും നിൽക്കുന്നു. മോശയും ഏലിയായും ഈശോയോടൊപ്പം അവിടെ നിൽക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതെല്ലാം നടന്ന സ്ഥലമാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇവിടെ പണ്ടൊരു ദേവാലയം ഉണ്ടായിരുന്നു. ആ പണ്ടത്തെ ആദ്യത്തെ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. താബോർ മലയിൽ നിന്ന് നാം താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വളരെ ഗ്രീനിഷായ ബലസമൃദ്ധമായ താഴ്വരയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നാം കണ്ട ആ ദേവാലയത്തിൻ്റെ ഫ്രണ്ടാണ്. അവിടെ ഈ സംഭവങ്ങൾ എല്ലാം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ദേവാലയത്തിൻ്റെ ചുറ്റുപാടുകളാണ്. അതായത് ഈശോയുടെ രൂപാന്തരീകരണം സംഭവിച്ച സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകൾ. ഇവിടെ വളരെ പഴക്കമുള്ള ദേവാലയ അവശിഷ്ടങ്ങളും മറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ 2000 വർഷത്തോളം പഴക്കമുള്ള അവശിഷ്ടങ്ങളാണ് നാം ഈ കാണുന്നത്. യേശുവിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ, ശിഷ്യന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലമാണിത്. വലിയ ദൈവാനുഗ്രഹം നിറഞ്ഞ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് ഇത്. വളരെ പഴക്കമുള്ള ഒരു ദേവാലയമാണ്. അതിൻ്റെ മുറ്റത്തായിട്ട്, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു പഴയ കിണർ കാണുവാനായിട്ട് സാധിക്കും. ആ കിണറാണിപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് താബോർ മലയിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ആദ്യം കണ്ട ആ മെയിൻ ഗേറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാവരെയും ദൈവം
സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.